അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു വിമാനാപകടത്തിന്റെ വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. ദക്ഷിണ കൊറിയയിൽ യാത്രാ വിമാനം തകർന്ന് മരിച്ചവരുടെ എണ്ണം 179 ഉയർന്നുവെന്നതാണ് ഏറ്റവും ഒടുവിലായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വിവരം. 181 യാത്രക്കാരിൽ വെറും 2 പേർ മാത്രമാണ് രക്ഷപ്പെട്ടതെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. 181 പേരുമായി തായ്ലൻഡിൽ നിന്നെത്തിയ ജെജു എയർലൈൻസിന്റെ വിമാനമാണ് എമർജൻസി ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെട്ടത്. ഈ ഒരു സംഭവത്തിന്റെ ദുരന്തത്തിന്റെ ഞെട്ടിക്കുന്ന വീഡിയോ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം ആ വീഡിയോ കൂടി ഒന്ന് കാണാം. ലാൻഡ് ചെയ്ത സെക്കൻഡുകൾക്കുള്ളിൽ വിമാനം പൊട്ടിത്തെറിച്ചൊരു തീഗോളമായി മാറുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാനാവുക. വിമാനം റൺവേയിലൂടെ അതിവേഗം മുന്നോട്ട് പോകുന്നതും കുറച്ചു മുന്നിലേക്ക് പോയി അവിടെയുള്ള മതിലിടിച്ച് കത്തുന്നതും വീഡിയോയിൽ കാണാം. പക്ഷിയിടിച്ചതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നുള്ള പ്രാഥമിക നിഗമനമുണ്ടെങ്കിലും ഇത് തന്നെയാണോ വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് ഇപ്പോഴും കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. വിമാനത്തിൽ പടർന്ന തീ അണച്ചതായി അഗ്നിശമന സേന അധികൃതർ അറിയിച്ചു. പ്രാദേശിക സമയം രാവിലെ 9 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. വിമാനത്തിലെ 181 യാത്രക്കാരിൽ 173 പേരും ദക്ഷിണ കൊറിയക്കാരാണ്. 2 പേർ തായ്ലൻഡുകാരാണ്. 6 ജീവനക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. രക്ഷപ്പെട്ട ഒരാൾ യാത്രക്കാരനും ഒരാൾ വിമാന ജീവനക്കാരനുമാണ്. ഇവർ വിമാനത്തിന്റെ ഏറ്റവും പിൻഭാഗത്താണ് യാത്ര ചെയ്തിരുന്നതെന്നും കണ്ടെത്തി കഴിഞ്ഞു. 6 ജീവനക്കാരാണ് ഇത്തരത്തിൽ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അപകടത്തിൽ ജെജു എയർവേസ് മാപ്പ് പറഞ്ഞു. നിർഭാഗ്യകരമായ സംഭവത്തിൽ തങ്ങൾ തലതാഴ്ത്തി നിൽക്കുകയാണ്. ദാരുണമായ സംഭവത്തിൽ കടുത്ത ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും സാധ്യമായതെന്തും ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞുവെന്നും ജെജു എയർവേസ് അറിയിച്ചു. തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയായിരുന്നു ഇക്കാര്യം എയർലൈൻസ് അധികൃതർ അറിയിച്ചത്. പൈലറ്റ് ക്രാഷ് ലാൻഡിങ്ങിന് ശ്രമിച്ചതായും വിമാനത്താവള അധികൃതരെ ഉദ്ധരിച്ച് യോൻഹാപ്പ് റിപ്പോർട്ട് ചെയ്തു. പക്ഷിയിടിച്ചതിന്റെ ഫലമായിരിക്കാം വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. ടയറുകൾ പ്രവർത്തനരഹിതമായതിനെ തുടർന്നാകാം ക്രാഷ് ലാൻഡിംഗ് നടത്തിയത് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ആസൂത്രിതമായി ബെല്ലി ലാൻഡിംഗ് ആയിരുന്നെങ്കിൽ എയർഫോഴ്സ് അധികൃതർ എന്തുകൊണ്ട് റൺവേക്ക് സമീപം എത്തിയില്ല എന്ന തരത്തിലുള്ള വലിയ ആക്ഷേപങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ബെല്ലി ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിന് മുൻപ് വിമാനം എന്തുകൊണ്ട് വിമാനത്താവളത്തിന് ചുറ്റും വട്ടമിട്ട് പറന്നില്ല എന്ന ചോദ്യവും ചിലർ ഉന്നയിക്കുന്നുണ്ട്. സാങ്കേതിക തകരാർ കണ്ടെത്തിയാൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും വരെ വിമാനത്താവളത്തിന് ചുറ്റും വിമാനം വട്ടമിട്ട് പറക്കുന്ന ഒരു സാധാരണഗതിയിലുള്ള ഒരു രീതി നിലനിൽക്കാറുണ്ട്. എന്തുകൊണ്ട് ഇതിവിടെ ഉണ്ടായില്ല എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ ഉയരുന്നുണ്ട്. തായ്ലൻഡിലെ ബാങ്കോക്കിൽ നിന്ന് പുറപ്പെട്ട വിമാനം തെക്കു പടിഞ്ഞാറൻ തീരദേശ വിമാനത്താവളമായ മുവാനിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു വലിയൊരു ദുരന്തമുണ്ടായത്. റൺവേയിൽ നിന്ന് തെന്നിമാറിയ വിമാനം സുരക്ഷാ വേലിയിൽ ഇടിച്ച് കത്തിയമറുകയായിരുന്നു എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കാണാനാകും. പക്ഷി ഇടിയാണെന്നും ലാൻഡിംഗ് ഗിയറിന്റെ തകരാർ ആയിരുന്നുവെന്നും അത്തരത്തിൽ പല സൂചനകളും റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ടെങ്കിലും കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. എന്തായാലും അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ നിന്ന് 2 പേരെ ജീവനോടെ പുറത്ത് എടുത്തു എന്നുള്ളതാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിമാനത്തിന്റെ ലാൻഡിങ്ങിന്റെ പ്രശ്നം സൃഷ്ടിച്ച കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിന് തകരാർ സംഭവിച്ചതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദൃശ്യങ്ങൾ നൽകുന്ന സൂചനകളിലും അത്തരത്തിൽ വിരൽ ചൂണ്ടുന്ന ആ ഒരു സൂചനകൾ ദൃശ്യങ്ങളൊക്കെ ഇതിൽ, അതായത് ലാൻഡിംഗ് ഗിയറിന് തകരാർ ഉണ്ടായിരുന്നേക്കാം എന്ന തരത്തിലുള്ള ചില സൂചനകളും ആ ഒരു ദൃശ്യങ്ങൾ തന്നെയുണ്ട്. എന്ത് തന്നെയായാലും അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ അതിഭീകരമായ ഒരു ദുരന്തമാണ് ദക്ഷിണ കൊറിയയിൽ സംഭവിച്ചത്. 181 യാത്രക്കാരിൽ 179 പേര് മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അത്തരം റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോൾ എത്ര ഭയാനകമായ ഒരു ദുരന്തമാണ് സംഭവിച്ചതെന്ന് നമുക്ക് വ്യക്തമാകും. ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിലാണ് കസാക്കിസ്ഥാനിൽ അസർബൈജാനിലെ വിമാനം തകർന്നു വീണ് 38 പേർ മരണപ്പെട്ടത്. എന്നിരുന്നാലും 29 യാത്രക്കാർ ആ ഒരു ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയൊരു ആശ്വാസകരമായ ഒരു കാര്യം. യാത്രക്കാരിൽ ഒരാൾ വിമാനത്തിനുള്ളിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളും
അന്ന് വ്യാപകമായി പ്രചരിക്കപ്പെട്ടിരുന്നു. അത്തരത്തിൽ വിമാനയാത്രകളുടെയൊക്കെ സുരക്ഷ ചോദ്യചിഹ്നമാകുന്ന അവസ്ഥയിലേക്ക് ഒന്നിനു പിറകെ ഒന്നായി യാത്രാ വിമാന ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.